പണ്ടേ ദുർബല ഇപ്പൊ പിന്നെ ഗർഭിണിയം എന്ന് പറയുന്ന പോലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം. ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് കഷ്ടകാലം വിട്ടിട്ടൊരു നേരമില്ല. ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയ വിദേശ താരങ്ങൾ വരുന്നുണ്ട് എന്ന് സന്തോഷം നൽകുന്ന താരമാണ്. പക്ഷെ ആ താരങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതും കളിപ്പിക്കാൻ വൈകും എന്നുള്ളതും സങ്കടം നൽകുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഒന്ന് രണ്ട് മത്സരങ്ങളുടെ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞാൽ അവർ കളിക്കാൻ വരുമോ എന്ന് നമ്മൾ സ്വപ്നം കാണുന്ന സമയമാകുമ്പോഴത്തേക്കും ബ്ലാസ്റ്റേഴ്സ് ഈ ലീഗിൽ ഉണ്ടായിരിക്കുമോ എന്നുള്ളതാണ് സംശയം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇത്തവണ സംഘടിപ്പിക്കുന്നത് FSDL അല്ല, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നൽകേണ്ട പാർട്ടിസിപ്പേഷൻ ഫീ ഇതുവരെയും കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടില്ല. ഇന്നായിരുന്നു പാർട്ടിസിപ്പേഷൻ ഫീ നൽകേണ്ട തീയതി. ആ തീയതിയൊക്കെ കഴിഞ്ഞു. കേരള ബ്ലാസ്റ്റേഴ്സിനെ കൂടാതെ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ നട്ടെല്ലായി വിശേഷിപ്പിക്കപ്പെടുന്ന മറ്റൊരു ക്ലബ്ബാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. അവരവരുടെ പണത്തിന്റെ കരുത്തും താരങ്ങളുടെ ബാഹുല്യം കൊണ്ടും കിരീടം കൊണ്ടും ഒക്കെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ നമ്പർ 1 ക്ലബ്ബാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഊസി ആരാധകരുടെ പാർട്ടിസിപ്പേഷനും വ്യൂവർഷിപ്പും TRP റേറ്റിംഗും ഉയർത്തി കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന്റെ ലേബൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വലിയ ശക്തിയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും കേരള ബ്ലാസ്റ്റേഴ്സും ആ പാർട്ടിസിപ്പേഷൻ ഫീ നൽകിയിട്ടില്ല. ആ പാർട്ടിസിപ്പേഷൻ ഫീ നൽകാത്ത പക്ഷം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ബ്ലാസ്റ്റേഴ്സിനെയും മോഹൻ ബഗാനെയും വിലക്കാനുള്ള സാധ്യതകൾ അതിഭൂതമല്ല. കാരണം നേരത്തെ ആണെങ്കിൽ ഇവർ വിലക്കത്തില്ല എന്ന് പറയായിരുന്നു. കാരണം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസണിന്റെ കാര്യം കഴിഞ്ഞാൽ തീർന്നു. പിന്നെ അടുത്ത സീസൺ തൊട്ട് ISL നടത്താനുള്ള അധികാരം അവർ മറ്റൊരു കമ്പനിക്ക് നൽകുവാണ്. അപ്പം ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും ഇല്ലെങ്കിൽ നഷ്ടം സംഭവിക്കാൻ പോകുന്ന ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അല്ല, വരാൻ പോകുന്ന അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും മോഹൻ ബഗാനെയൊക്കെ പ്രതീക്ഷിച്ച് ഇന്ത്യൻ ഫുട്ബോളിന്റെ വരാൻ പോകുന്ന വർഷങ്ങളിലേക്കുള്ള ടെലികാസ്റ്റിംഗ് റൈറ്റ് ഏറ്റെടുത്തിട്ടുള്ള കമ്പനികളാണ്. നഷ്ടം അവർക്കേ വരുത്തുള്ളൂ. സോ വേണമെങ്കിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ബ്ലാസ്റ്റേഴ്സിനെയും മോഹൻ ബഗാനെയും വിലക്കാം. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും പാർട്ടിസിപ്പേഷൻ ഫീ നൽകാനുള്ള തീയതി 5-ാം തീയതി വരെ 3 ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നൽകാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറായില്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെ വിലക്കും. വിലക്കി കഴിഞ്ഞാൽ വിലക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇനി നഷ്ടമില്ലല്ലോ. അടുത്ത സീസൺ മുതൽ വരുന്ന നഷ്ടം മറ്റുള്ളവരുടെ ചുമലിലായിരിക്കും പോകുന്നത്. സോ ലാഭം ഉണ്ടാക്കാൻ നിൽക്കാനും പിഴിയാനും നിൽക്കുന്ന ഒരു ഫെഡറേഷന് ചേർന്ന ഒരു ക്ലബ്ബ് മൊത്തത്തിൽ അടപടലം തെറ്റി.